ഈ പുഴയും കടന്ന് സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. അപ്പൊ കാവേരിയും കുടുംബവും നരേന്റെ വീട്ടിൽ സെറ്റ് ആയതിനു ശേഷം നിവിൻ കാവേരിയെ തെരഞ്ഞ് തിരുവനന്തപുരത്തേക്കും വരികയാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് കാവേരിയും കുടുംബവും ഇനിയിപ്പോ നിളമോളെ നല്ലൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ആ ഓപ്പറേഷൻ അങ്ങോട്ട് നടത്തണമല്ലോ. അതിനാണല്ലോ മെയിൻ ആയിട്ട് ഇവരിങ്ങോട്ട് വന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു തിരക്കിലേക്ക് മാറുകയാണ്. ആ സമയത്താണ് നമ്മുടെ നിവിൻ തിരുവനന്തപുരത്ത് എത്തുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ കാവേരി എവിടെയാണ് താമസിക്കുന്നത്, ഏതാ വീട് എന്നൊന്നും അറിയില്ലല്ലോ. കാവേരിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് കാവേരിയെ ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നതിൻ്റെയും ആ ഒരു തിരക്കിലൊക്കെ കാവേരി പെട്ടുപോയതുകൊണ്ട് കാവേരി ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ നിവിൻ കുറേ തവണ വിളിച്ചു നോക്കുന്നുണ്ട്. കാവേരി ഫോൺ എടുക്കുന്നേ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാവേരിയെ ആ റോഡിൽ വെച്ച് കാണുന്നത് കേട്ടോ. അങ്ങനെ ഇത് കാവേരിയല്ലേ എന്ന് പറഞ്ഞ് നോക്കുകയാണ്. പെട്ടെന്ന് കാവേരി ഒരു ഓട്ടോയിൽ കയറി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ കാവേരി കാവേരി എന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ ഓടുന്നുണ്ട്. പക്ഷെ കിട്ടുന്നില്ല കേട്ടോ. എന്തായാലും ഈ ഒരു സ്ഥലത്താണ്, ഇവിടെ എവിടെയോ തന്നെയാണ് കാവേരി താമസിക്കുന്നതെന്നുള്ള കാര്യം നിവിന് മനസ്സിലായി. ഇനിയിപ്പോൾ കണ്ടുപിടിക്കുന്നതൊക്കെ എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹാവ് സമാധാനം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നിവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ രാഗിണിയാണ്. ഓ, ഇവളെന്തിനാ ഇപ്പോൾ വിളിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് നാശം എന്നൊക്കെ വിചാരിച്ച് നിവിൻ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ രാഗിണി വീണ്ടും വീണ്ടും നിവിന്റെ ഫോണിലേക്ക് കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവളെന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്, നാശം ശല്യം എന്നൊക്കെ പറഞ്ഞ് അവസാനം ഫോൺ എടുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ നിവിൻ ഫോൺ എടുത്ത് നോക്കുകയാണ്. നിനക്കിപ്പോൾ എന്താ വേണ്ടത്, നീ എന്തിനാ എന്നെ വിളിക്കുന്നത്, നിനക്കും നിന്റെ അച്ഛനും വേണ്ടതൊക്കെ എൻ്റെ അച്ഛനും അമ്മയും കൂടെ അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നതല്ലേ, പിന്നെ എന്തിനാ എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രാഗിണി പറയാണ്, ഓ ഇപ്പം എൻ്റെ സംസാരം പോലും നിനക്ക് ശല്യമായല്ലേ, നീ എന്നെ മറന്നുല്ലേ നിവിൻ, പക്ഷേ അങ്ങനെയൊന്നും എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാ ഇപ്പൊ വിളിച്ചത്. അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ എവിടെയാണെങ്കിലും നിനക്ക് എന്താ പ്രശ്നം, നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്ന് നിവിൻ തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ. നീ കൊച്ചിയിലേക്ക് പോയി അവിടെ എന്തോ പഠിക്കാൻ പോയതാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്, സത്യമാണോ നിവിൻ എന്ന് ചോദിക്കുമ്പോൾ കൊച്ചിയിൽ തന്നെയാ, അതിനിപ്പോ നിനക്ക് എന്ത് വേണം എന്നൊക്കെ നിവിൻ തിരിച്ചു ചോദിക്കുകയാണ്. അപ്പൊ രാഗിണി പറയാണ്, കള്ളം പറയുമ്പോൾ അത് ആരോടാണ് പറയുന്നതെന്ന് ആലോചിച്ച് വേണം നിവിൻ പറയാൻ. ഈ രാഗിണിയെ പറ്റിക്കാൻ നിന്നെ കൊണ്ടാവില്ല. നീ ഇപ്പൊ കൊച്ചിയിലില്ല, കൊച്ചിയിൽ പഠിക്കാൻ പോവാണെന്ന് നിന്റെ വീട്ടുകാരോട് നീ കള്ളം പറഞ്ഞിട്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് കാവേരിയെ തെരഞ്ഞുകൊണ്ട് ചുറ്റിക്കറങ്ങി നടക്കുകയാണെന്നുള്ള വിവരം രാജയാന്റി അറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നിങ്ങനെ ചോദിക്കുകയാണ് രാഗിണി. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്താണ് ഉള്ളതെന്ന് ഇവൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് വിചാരിച്ച് നിവിൻ ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. പക്ഷെ നിവിൻ അത് തിരിച്ച് രാഗിണിയോട് ചോദിക്കുന്നൊന്നുമില്ല. അങ്ങനെ രാഗിണി പറയാണ്, ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും നീ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവുക. ഞാനുണ്ട് നിവിൻ, നീ എവിടെ പോയാലും പിന്നാലെ ഈ രാഗിണി ഉണ്ടാവും. അങ്ങനെയൊന്നും നിന്നെ വിടാൻ എനിക്ക് പറ്റില്ല. എന്നോട് നീ ചെയ്തത് എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും. എന്നെ വേദനിപ്പിച്ചതിനൊക്കെ നിന്നോട് ഞാൻ പകരം ചോദിച്ചിരിക്കും. നീ എവിടെ പോയാലും ഞാൻ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രാഗിണി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന പോലെ സംസാരിക്കാൻ കേട്ടോ. ഇതൊക്കെ പറയാനാണോ നീ ഇപ്പൊ വിളിച്ചത്, ഞാൻ തിരുവനന്തപുരത്തൊന്നും ഇല്ല, നീ ഫോൺ വെച്ചേ എന്നൊക്കെ പറഞ്ഞ് അതും ഇതൊക്കെ പറഞ്ഞ് നിവിൻ ഫോൺ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിവിൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാനിപ്പോൾ തിരുവനന്തപുരത്തുള്ള കാര്യം ഇവൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വീട്ടിൽ പറഞ്ഞ് പ്രശ്നമാക്കുമോ, അതിനു മുമ്പ് കാവേരിയെ കണ്ടൊന്ന് സംസാരിക്കണമല്ലോ, ഇപ്പം എന്താ ചെയ്യുക എന്നൊക്കെ നിവിൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ വിനീതേട്ടനെ കോൾ ചെയ്യുന്നുണ്ട്. വിനീതിനോട് ചോദിക്കാലോ എവിടെയാ താമസിക്കുന്നതെന്നൊക്കെ. അങ്ങനെ വിനീതേട്ടനെ വിളിക്കുമ്പോൾ വിനീതേട്ടനും ഫോൺ എടുക്കുന്നില്ല. വിനീതാണെങ്കിൽ നിവിനോട് നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണല്ലോ. എന്താ കാരണം എന്നൊന്നും അറിയില്ല, കാവേരിയെ ചതിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എന്തായാലും ആ ദേഷ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് വിനീത് നിവിൻ്റെ കോൾ കാണുമ്പോൾ തന്നെ ഇവനോ എന്ന് വിചാരിച്ച് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ നിവിൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. വിനീത് ഫോൺ എടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവസാനം നിവിൻ യമുനയെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ യമുന ഫോൺ എടുത്ത് നോക്കുമ്പോൾ നിവിനാണ് വിളിക്കുന്നത്. ഇവനോ, ഇവൻ എന്തിനാ എന്നെ വിളിക്കുന്നത്, ഇവൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ, വീണ്ടും എന്തിനാ ഇപ്പം എന്നെ വിളിക്കുന്നത് എന്ന് വിചാരിച്ച് യമുനയും ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പണങ്ങിയിരിക്കുകയാണ് യമുന. അങ്ങനെ നിവിൻ വീണ്ടും വീണ്ടും വിളിക്കുന്നത് കൊണ്ട് യമുന അവസാനം ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയുന്നുണ്ട്. അപ്പം നിവിൻ പറയാണ്, ഹാവു ഇപ്പോഴെങ്കിലും ഒന്ന് ഫോൺ എടുത്തല്ലോ, വളരെ നന്ദിയുണ്ട് യമുന. അല്ല നിങ്ങൾക്ക് എവിടെയാ താമസിക്കുന്നത്, അത് ചോദിക്കാനാ ഞാൻ വിളിച്ചത്. വിനീതിനെ വിളിച്ചിരുന്നു, വിനീത് ഫോൺ എടുക്കുന്നില്ല, കാവേരിയെ വിളിച്ചിട്ടും എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ യമുനയെ വിളിച്ചത് എന്നൊക്കെ പറയുമ്പോൾ യമുന പറയാണ്, ഞങ്ങൾ എവിടെ താമസിച്ചാലും നിവിനേട്ടൻ എന്താ പ്രശ്നം, നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുകയല്ലേ, അപ്പോൾ പിന്നെ അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ യമുന, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നാണോ യമുന വിചാരിച്ചത്, അയ്യോ അത് തെറ്റിദ്ധാരണയാണ്, എൻ്റെയും രാഗിണിയുടെയും വിവാഹം അന്ന് നടന്നിട്ടില്ല, അത് മുടങ്ങിപ്പോയി യമുന എന്ന് പറയുമ്പോൾ യമുന കല്യാണം മുടങ്ങിയെന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞെട്ടിയിട്ട് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിവിൻ അന്ന് അവിടെ കല്യാണ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ യമുനയോട് പറയാണ്. അങ്ങനെ യമുന, എനിക്ക് വേണ്ടിയിട്ടാണ് നിവിനേട്ടൻ കല്യാണം മുടക്കിയത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വീണ്ടും ഒരു ഇഷ്ടമൊക്കെ നിവിനോട് യമുനയ്ക്ക് തോന്നി തുടങ്ങുകയാണ്. അങ്ങനെ നിവിൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും യമുനയ്ക്ക് തോന്നുകയാണ്, എന്നോട് നിവിൻ ചേട്ടൻ ഇപ്പോഴും ഇഷ്ടമേ ഉള്ളൂ, കല്യാണം നടക്കില്ല എന്ന് അപ്പോഴേ എനിക്ക് വാക്ക് തന്നതാണ് നിവിൻ ചേട്ടൻ, അതേപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ കല്യാണം മുടക്കി, അതെല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു, എന്നെ മറക്കാൻ നിവിനേട്ടന് കഴിയില്ല,
കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പൊ എന്നെ അന്വേഷിച്ച് തിരുവനന്തപുരം വരെ എത്തിയിരിക്കുകയാണ് നിവിനേട്ടൻ എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഒരു സ്വപ്ന ലോകത്തേക്ക് യമുന ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതേ സമയം നിവിൻ അവിടെ അഡ്രസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് പോയാൽ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് കാവേരിയെ കോൺടാക്ട് ചെയ്യാനൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടെ തന്നെ ഇവരൊക്കെ നിളമോളുടെ ഓപ്പറേഷൻ ആയിട്ടുള്ള തിരക്കിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ യമുന പറഞ്ഞ് നിവിൻ മനസ്സിലാക്കുന്നൊക്കെ ഉണ്ട്. അതിനുള്ളിൽ നിവിൻ നമ്മുടെ വിനീതേട്ടനെ കാണുന്നുണ്ട്. വിനീതേട്ടനാണെങ്കിൽ തയ്യൽ കട തുടങ്ങാനായിട്ട് ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഓരോരോ കടയായിട്ട് ഇങ്ങനെ വാടക എത്രയാന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നിവിനെ കാണുന്നത്. അങ്ങനെ നിവിനെ കണ്ട ഉടനെ നീ എന്തിനാ ഇവിടെ വന്നത്? ഞങ്ങളെ എവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ലേ? നിന്റെ കല്യാണമൊക്കെ അന്ന് കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നീ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നത്? എന്നെ കാണാൻ വന്നതാണോ? ഇനിയും നിന്റെ വാക്കുകളൊന്നും വിശ്വസിക്കുമെന്ന് നീ വിചാരിക്കണ്ട. അത്രയ്ക്ക് മണ്ടനൊന്നും അല്ല വിനീത് എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ വിനീതെ, എന്നെ ഒന്ന് മനസ്സിലാക്ക്. അന്ന് കല്യാണം ഒന്നും നടന്നിട്ടില്ല. ആ വിവാഹമൊക്കെ അന്ന് തന്നെ മുടങ്ങിപ്പോയി. മാത്രമല്ല ജയപാലനങ്ങളുടെ കുടുംബമായിട്ട് ഇപ്പൊ എന്റെ കുടുംബത്തിന് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. എന്റെ അച്ഛനും അമ്മയും അവരോട് പിണങ്ങി അവിടെ നിന്ന് ഇറങ്ങി വന്നതാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിനീതിനോട് പറയാണ് കേട്ടോ. അങ്ങനെ വിനീത് എന്നിട്ടും പറയാണ്, ഇതൊന്നും പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യാമെന്ന് നീ വിചാരിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ആ ജയപാലന്റെ കാര്യവും നിങ്ങളുടെയൊക്കെ കുടുംബത്തിന്റെ കാര്യമൊക്കെ പതുക്കെ ഞങ്ങളൊക്കെ ഒന്ന് മറന്നു വരികയാണ്. അതിനിടയ്ക്ക് നീ കയറി വന്ന് എല്ലാം ഓർമ്മിപ്പിക്കല്ലേ. നീ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്ക്, അല്ലെങ്കിലുണ്ടല്ലോ നീ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞ് വിനീതേട്ടൻ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ, നീ ഒന്ന് ചൂടാവാതെ ഞാൻ പറഞ്ഞതൊന്ന് കേക്ക് വിനീതേ. നിളമോളുടെ ഓപ്പറേഷൻ ചെയ്യാനുള്ള തിരക്കിലല്ലേ നിങ്ങൾ എല്ലാവരും. എടാ, എല്ലാത്തിനും ഞാൻ ഉണ്ടാവൂടാ കൂടെ. കാവേരിയെ കണ്ട് എനിക്കൊന്ന് സംസാരിക്കണം വിനീതേ എന്നൊക്കെ പറയുമ്പോൾ, കാവേരി എന്നുള്ള അക്ഷരം പോലും നീ മിണ്ടി പോകരുത്. ഇനിയിപ്പോ നീ കാവേരിയുടെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ 100 കൂട്ടം കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഞങ്ങളെ ശല്യം ചെയ്യല്ലേ, ഒന്ന് പോയി താ എന്നൊക്കെ പറഞ്ഞ് നിവിനോട് ഇങ്ങനെ വല്ലാത്ത വർത്തമാനമൊക്കെ പറയാണ്. അപ്പൊ എന്തായാലും ഇനി നിളമോളുടെ ഓപ്പറേഷൻ നടത്താനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു. അഡ്മിറ്റ് ആക്കിയതിന് ശേഷം ഇനി ഒട്ടും വൈകിക്കേണ്ട, നാളെ തന്നെ ഓപ്പറേഷൻ നടത്താമെന്നൊക്കെ ഡോക്ടേഴ്സും പറയുന്നുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഓപ്പറേഷനായിട്ടുള്ള പണം ഇവിടെ അടച്ചോളൂ എന്നും കൂടെ ഹോസ്പിറ്റലിലുള്ളവർ പറയുന്നതുകൊണ്ട് ഈ ജയപാലൻ തന്ന ചെക്ക് ഉണ്ടല്ലോ, വിനീതേട്ടൻ ബാങ്കിൽ പോയി ആ ചെക്കൊക്കെ ശരിയാക്കി സ്വന്തം അക്കൗണ്ടിലേക്ക് പണം മുഴുവനായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഒരു ഫ്രോഡ് വിനീതേട്ടനെ വിളിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഇപ്പോൾ ഒരു OTP വരും, അതൊന്ന് പറഞ്ഞു തരുമോ സാർ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതിനെന്താ സാർ, ഇപ്പം തന്നെ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് എന്തോ വെരിഫിക്കേഷൻ ആണെന്നൊക്കെ പറയുന്നത് കൊണ്ട് അങ്ങനെ ആ OTPയും അക്കൗണ്ട് നമ്പറും ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം വിനീതേട്ടൻ ആ ഫ്രോഡിന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അടുത്ത സെക്കൻഡ് തന്നെ ആ മൊത്തം പൈസയും 50 ലക്ഷം രൂപയും വിനീതേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് പോവുകയാണ്. അത് കാണുമ്പോൾ വിനീതേട്ടന് തല കറങ്ങുന്നുണ്ട്. അങ്ങനെ നേരെ കാവേരിയോട് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാവേരി, എന്താ വിനീതേട്ടാ ഈ പറയുന്നത്? 50 ലക്ഷം രൂപ പോയിന്നോ എന്നും പറഞ്ഞ് കാവേരി ആകെ വല്ലാതെ ആവുകയാണ്. നിളമോള് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഓപ്പറേഷൻ നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ഇപ്പോൾ ഈ പണം ഇല്ല എന്നുള്ള കാര്യം എങ്ങനെ അവരോട് പോയി പറയും? ഇനിയിപ്പോൾ 10 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കും? ഓപ്പറേഷൻ എങ്ങനെ നടത്തും? അവസാനം തിരുവനന്തപുരത്തേക്ക് നാട് വിട്ട് വന്നതും കഷ്ടപ്പെട്ട് ജയപാലന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതും എല്ലാം വേസ്റ്റ് ആയല്ലോ എന്നൊക്കെ ആലോചിച്ച് കാവേരിയും വിനീതും ആകെ വല്ലാത്ത അവസ്ഥയിലാവുകയാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇവരെ രക്ഷിക്കാനായിരിക്കും നമ്മുടെ നരേൻ വരുന്നത് കേട്ടോ. അതിന്റെ കൂടെ തന്നെ നരേന് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതിന് കാവേരിയോട് ഒരു സഹായം ചോദിക്കാനും പോകുന്നുണ്ട്. അങ്ങനെ അവസാനം ഇവര് തമ്മിൽ വിവാഹം കഴിക്കും. അതിലേക്കായിരിക്കും കാര്യങ്ങളൊക്കെ പോയി എത്തുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.